അനുചേച്ചി, 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 അച്ഛമ്മേ. എത്ര നേരായെന്നറിയോ ഞാൻ അനുചേച്ചി അനുചേച്ചി നടന്നു വിളിക്കുന്നു. രാവിലെ ഒരു ചൂട് ചായ അനുചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടാറുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഞാൻ അടുക്കളയിൽ പോയി മേടിച്ചോളാം. അനു അടുക്കളയിലൊന്നും ഇല്ല. പിന്നെ ഇത്രയും നേരത്തെ എണീറ്റ് എവിടെ പോയി? എന്നോട് പോലും പറയാതെ. ഓ, അമ്പലത്തിൽ പോയോ? കുംഭകർണ സേവയ്ക്കിടെ അതൊന്നും അറിഞ്ഞില്ല അല്ലേ? ഏതൊന്നും? ഒരേ കട്ടില്ലല്ലേ നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങിയത്? അതെ, അതിനിപ്പോ എന്താ? എന്നിട്ട് രാത്രി മുഴുവൻ അവള് പനിച്ച് വിറച്ച് കിടന്നത് നീ അറിഞ്ഞില്ല അല്ലേ? അയ്യോ ഇല്ല. പനിയോ? തൊട്ടാ പൊള്ളുന്ന പനി. ഭാഗ്യത്തിന് ഞാൻ രാവിലെ അങ്ങോട്ട് വന്നപ്പോ കണ്ടു. ഉടനെ നിന്റെ അച്ഛനോട് പറഞ്ഞ് ആശുപത്രിയിലേക്ക് അയച്ചു. അയ്യോ, നീ അവിടെ കിടന്നു കൂർക്കം വലിച്ചുറങ്ങുമായിരുന്നു. ഞാൻ വിളിച്ചു നോക്കിയതാ. ഒന്ന് മൂളിയിട്ട് തിരിഞ്ഞങ്ങ് കിടന്നു. അയ്യോ, എനിക്കറിയാം ചേച്ചിക്ക് പനി വരാൻ കാരണം എന്താന്ന്. എന്നിട്ടാ നീ അങ്ങ് ബോധം കെട്ട് കിടന്നുറങ്ങിയതല്ലേ? അതിത്ര അധികമാവൂന്ന് ഞാൻ വിചാരിച്ചില്ല അച്ഛമ്മേ. എന്താ നീ പറയുന്നേ? അതെ അച്ഛമ്മേ, വലിയേട്ടൻ വഴക്ക് പറഞ്ഞതില് ആകെ തകർന്നു പോയി അനുചേച്ചി. എത്ര സമാധാനിപ്പിച്ചിട്ടും കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല. അത് തന്നെയാ പനി വരാൻ കാരണം. അയ്യോ, അനുചേച്ചി മനസ്സമാധാനത്തിനായി അമ്പലത്തിൽ പോയിന്നാ അച്ഛമ്മ ചോദിച്ചപ്പോ ഞാൻ ആലോചിച്ചത്. ദേ അവര് വന്നല്ലോ. അനുചേച്ചി വാ. അയ്യോ അച്ഛ, ഇപ്പോഴും ചൂടുണ്ടല്ലോ. പനി കുറഞ്ഞില്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നൊന്നും കൊടുത്തില്ലേ? മരുന്ന് കൊടുത്തു. 3 ദിവസത്തേക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് വാങ്ങിക്കുകയും ചെയ്തു. മോളകത്തോണ്ടേ കിടത്ത്. ശേഖര, പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഇവിടുത്തെ അശോക ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ ആദ്യം അവളെ കൊണ്ടുപോയത്. അവര് കണ്ട ഉടനെ ഒരു 10-15 ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അന്വേഷിച്ച് നോക്കിയപ്പോ ബില്ല് 10-20,000 കഴിയും. പിന്നെ ഞാൻ അവളെ രാമസ്വാമി ഡോക്ടറുടെ ക്ലിനിക്കിൽ കൊണ്ടുപോയി. അയാളും ചില സംശയങ്ങളൊക്കെ പറഞ്ഞു. തൽക്കാലത്തേക്ക് മരുന്നിന് കുറിച്ച് തന്നു. ഭേദമില്ലെങ്കിൽ അശോകക്കാര് പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. രാമസ്വാമി ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. 500 രൂപ ബില്ലായി. എന്റെ കയ്യില് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അവിടെ കൊടുത്തു. സാരമില്ല ശേഖര, വേഗം മാറിയ മതിയായിരുന്നു. ഈ ഒരു അവസരത്തിൽ 20,000 ഒന്നും ചെലവാക്കാൻ ഹരി സമ്മതിക്കത്തില്ല. അല്ലെങ്കിലേ കല്യാണ ചെലവ് കൂടിയെന്നും പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നടക്കും. എനിക്കൊരു മനസ്സമാനം ഇല്ലമ്മേ. ഒക്കെ ശരിയാകും ശേഖര, നീ വിഷമിക്കാതെ. ചെല്ല്, ചെന്ന് കുളിക്കാൻ നോക്ക്. നേരത്തെ എഴുന്നേറ്റ് പോയതല്ലേ, ചെല്ല്. പത്മിനി, പത്മിനി, ഇതാ വരുന്നു. എന്താ ശിവേട്ടാ? നീ ആധാരം എടുത്തിട്ട് പെട്ടെന്ന് റെഡിയാവും. ഇന്ന് ചോദിച്ച് ലോൺ എടുക്കണം. അകത്ത് പോയി എടുത്തിട്ട് വരാൻ. അല്ല ശിവേട്ടാ, ഇന്ന് അമാവാസിയും വെള്ളിയാഴ്ചയും ചതുർത്ഥിയും ഒന്നുമില്ല. ചെന്നെടുത്തോണ്ട് വാ. അതല്ല, കല്യാണ ചെലവിനുള്ളതൊക്കെ ആരുടെ പലിശയ്ക്ക് വാങ്ങിയില്ലേ? പിന്നെ ഇപ്പൊ എന്തിനാ ആധാരം? പലിശക്കാരന്റെ അടുത്തുനിന്ന് പണം വാങ്ങിച്ചത് തൽക്കാലത്തേക്കാ. ഹരികൃഷ്ണന് 8 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞ ഡേറ്റ ആയിരുന്നു അത്. അതിന് കഴിയാത്തപ്പോഴാ പലിശക്കാരന്റെ അടുത്തുനിന്ന് വാങ്ങിയത്. കൊള്ള പലിശയാ അവരുടേത്. അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. എന്തൊക്കെയായാലും അവർക്ക് 1 മാസത്തെ പലിശ കൊടുക്കണമല്ലോ. അപ്പൊ പിന്നെ ആധാരം വെച്ച് ലോൺ എടുക്കാൻ സമയമുണ്ടല്ലോ. നീ ഇപ്പൊ പുതിയൊരു ഒഴിവ് കഴിവും കണ്ടുപിടിക്കണ്ട. നിന്റെ ഉപദേശവും എനിക്ക് വേണ്ട. ആധാരം എടുത്തോണ്ട് വരാനാ പറഞ്ഞത്.
എന്താ പിന്നെ കണ്ണും തുറച്ച് ഇങ്ങനെ നിൽക്കുന്നത്? ഞാനീ പറയുന്നൊന്നും എന്റെ ചെവിയിലോട്ട് കയറുന്നില്ലേ? എന്താ അച്ഛാ പ്രശ്നം? ആധാരം ചോദിക്കുമ്പോ ഓരോ തവണയും അത് തരാതിരിക്കാൻ പുതിയ പുതിയ കാരണങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുക അവള്. അത് തന്നെയാ പ്രശ്നം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പോയൊന്നും അല്ല ഞാൻ. ഉള്ള കാരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അതിന് എന്റെ നേർക്ക് ഇങ്ങനെ ചാടി കയറണ്ട. രണ്ടാളും കൂടി ഇങ്ങനെ ബഹളം വെക്കാതെ എന്തുണ്ടെങ്കിലും സമാധാനത്തോടെ പറഞ്ഞൂടെ? അത് തന്നെ, അങ്ങനെ ചോദിക്ക. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. തൽക്കാലമുള്ള ആവശ്യത്തിന് പണം പലിശയ്ക്ക് എടുത്തു കഴിഞ്ഞു. അതിനേതായാലും 1 മാസം പലിശ കൊടുക്കുകയും വേണം. അപ്പൊ പിന്നെ ആധാരം ഇടുവയ്ക്കാൻ അത്രയും സമയമുണ്ടല്ലോ. ഇപ്പൊ ആധാരം കൊണ്ടുപോയി വെച്ചാ അതിനുള്ള പലിശ വേറെയും കൊടുക്കണം. പിന്നെ എന്തിനാ ഇപ്പൊ ഇടിപിടിയുന്ന ആധാരം? അത് ചോദിച്ചേനാ നിന്റെ അച്ഛൻ ഇപ്പൊ ചന്ദ്രഹാസം ഇളക്കി വന്നത്. ദേ 1 മാസം കഴിഞ്ഞാ ഞാൻ വേറെ ഒഴിവ് പറയുന്ന നിന്റെ അച്ഛനീ പറയുന്നത്. ഏതോ പലിശക്കാരനെ നല്ല വിശ്വാസ, സ്വന്തം ഭാര്യ വിശ്വാസമില്ല. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? എന്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചെന്നറിയോ അതിനെ? അമ്മ പറയുന്നതിലും കാര്യമില്ല അച്ഛാ. ആധാരം ഈട് വെച്ച് ലോൺ എടുക്കുന്നത് പിന്നീട് പോരെ? അങ്ങനെ പറഞ്ഞു കൊടുക്കും നിന്റെ അച്ഛന്. ആധാരം എങ്ങനെ കൊടുക്കാതിരിക്കാമെന്ന് ഗവേഷണം നടത്തി ഇവളിപ്പോ കണ്ടുപിടിച്ച കാരണം അത് നിനക്ക് മനസ്സിലായില്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ വിശ്വാസമില്ല അല്ലേ? ഉണ്ടല്ലോ, നിന്നെ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് വേഗം പോയി ആധാരം എടുത്തോളൂ. അച്ഛാ, നീ ഒന്നും ഉണ്ടായിരിക്കും പോലെ. കൊള്ള പലിശയ്ക്ക് കടം വാങ്ങുന്നതിന് നീയും എതിര് പറഞ്ഞതാ. ഞാൻ ഹരിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയാ അന്ന് അങ്ങനെ ചെയ്തത്. അതൊക്കെ കൊടുത്തു തീർത്താം എന്റെ മനസ്സിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെയാവും. അതിനാ ഇപ്പൊ ആധാരം ചോദിക്കുന്നത്. പത്മിനി, നീ ഇപ്പൊ ആധാരം തരുന്നോ ഇല്ലയോ? ഇല്ല, ഇപ്പൊ തരുന്നില്ല. വേണമെങ്കിൽ 1 മാസം കഴിഞ്ഞ് ആലോചിക്കാം. നിന്നോടാ പറഞ്ഞത് ആധാരം പോയി എടുത്തോണ്ട് വരാൻ. ഞാനിതാ അവസാനമായിട്ട് തർപ്പിച്ച് പറയുക, ആധാരം ഞാൻ തരില്ല തരില്ല തരില്ല. കേട്ടില്ലേ? ഇതാണ് ഇവളുടെ അവസാന വാക്ക്. 1 മാസം കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും ഇവളുടെ തീരുമാനം. ഒന്ന് ക്ഷമിക്കച്ചാ, ഞാൻ അമ്മയോട് സംസാരിക്കാം. പിന്നെ നീ സംസാരിച്ചാൽ ഞാൻ അങ്ങ് അലിഞ്ഞു പോവല്ലേ? ആര് പറഞ്ഞാലും ഞാൻ എന്റെ ആധാരം തരില്ല. ഇങ്ങനെ വാശി പിടിക്കല്ലേ അമ്മേ. നീ പോടി. പത്മിനി, ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു നിൽക്കുക. നീ എന്നെ കൂടുതൽ പരീക്ഷിക്കരുത്. എന്നാ എന്റെ അവസാന വാക്ക് ഒന്നുകൂടി ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ആ സ്ഥലം ഞാൻ എന്റെ പേരിലേക്ക് എഴുതി വാങ്ങിയതേ എനിക്കും എന്റെ 2 മക്കൾക്കും വേണ്ടിയാ, അല്ലാതെ ചേച്ചിയുടെ മകൾക്ക് വേണ്ടിയല്ല.